ദാവീദും ഗോലിയാത്തും. ദാവീദ് ഗോലിയാത്തിന്റെ കഥ ധൈര്യത്തിന്റെയും വിശ്വാസത്തിന്റെയും ദൈവത്തിന്റെ ശക്തി സാധാരണ മനുഷ്യൻ മുഖാന്തരം പ്രവർത്തിക്കുന്നതിന്റെയും ശക്തമായ ഉദാഹരണമാണ്. ദാവീദ് ഒരു ചെറുപ്പക്കാരനായ ഇടയനായിരുന്നു. സഹോദരന്മാരിൽ ഏറ്റവും ചെറുപ്പവും യുദ്ധത്തിൽ പരിചയസമ്പന്നനല്ലാത്തവനും. മറുവശത്ത് ഗോലിയാത്ത്, ഒരു ഭീമനായ ഫെലിസ്ത്യർ പോരാളി. തന്റെ വലുപ്പം, കവചം, പോരാട്ട നൈപുണ്യം എന്നിവ കൊണ്ട് ഇസ്രായേലിയരെ ഭീതിയിലാഴ്ത്തിയവൻ. ദിവസേന ഗോലിയാത്ത് ഇസ്രായേൽ സൈന്യത്തെ പരിഹസിക്കുകയും തനിക്കെതിരെ പോരാടാൻ ഒരാളെ അയക്കണമെന്ന് വെല്ലുവിളിക്കുകയും ചെയ്തു. പക്ഷേ ആരും മുന്നോട്ടു വരാൻ ധൈര്യപ്പെട്ടില്ല. ദാവീദ് സഹോദരന്മാർക്ക് ഭക്ഷണം കൊടുക്കാൻ യുദ്ധഭൂമിയിലെത്തിയപ്പോൾ ഗോലിയാത്തിന്റെ പരിഹാസം കേട്ടു. സൈനികരുടെ ഭയം കണ്ടു. എന്നാൽ ദാവീദ് ഭയപ്പെട്ടില്ല. കാരണം അവന്റെ ആത്മവിശ്വാസം സ്വന്തം ശക്തിയിലല്ല, ദൈവത്തിലാണ്. തന്റെ ആടുകളെ സിംഹത്തിലും കരടിയിലും നിന്ന് രക്ഷിക്കാൻ ദൈവം സഹായിച്ചതായി അവൻ ഓർത്തു. അതുപോലെ തന്നെ ഗോലിയാത്തിൽ നിന്നും ദൈവം രക്ഷിക്കുമെന്നുറപ്പിച്ചു. ദാവീദിന്റെ കവചം ധരിക്കാൻ അവൻ നിരസിച്ചു. സ്വന്തം ഇടയന്റെ കോലും 5 കല്ലും മാത്രം എടുത്ത് ഗോലിയാത്തിനെ നേരിട്ടു. ഗോലിയാത്ത് അടുത്തു വന്നപ്പോൾ, ഞാൻ സർവശക്തനായ യഹോവയുടെ നാമത്തിൽ വരുന്നു എന്ന് ദാവീദ് പ്രഖ്യാപിച്ചു. അവൻ ഒരു കല്ല് എറിഞ്ഞപ്പോൾ അത് ഗോലിയാത്തിന്റെ നെറ്റിയിൽ പതിച്ചു. ഗോലിയാത്ത് നിലം പതിച്ചു. ദാവീദിന്റെ ജയം ശരീരശക്തിയാലല്ല, ദൈവത്തിലുള്ള വിശ്വാസത്താലാണ്. ഈ കഥയുടെ ഉപദേശം, വിശ്വാസത്തോടെ ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ ഒന്നും അസാധ്യമല്ലെന്നതാണ്. നമ്മുടെ മുന്നിലെ ഗോലിയാത്ത് പോലെയുള്ള ഭീമാകാരമായ പ്രശ്നങ്ങളും ദൈവത്തിന്റെ ശക്തിക്ക് മുന്നിൽ ചെറുതാണ്. വിശ്വാസത്തോടെ ദൈവത്തിൽ ആശ്രയിക്കുന്നവർ എത്ര ചെറുതായാലും വലിയ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.